حسبي ربي جل الله ഹൈക്കമിൻ്റെ വ്യാഖ്യാനമായ ഈ ഖാദിൽ ഇബ്നു അജീബ തങ്ങൾ കൊടുക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസ് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് ചിന്തിക്കണം. അത് മതിയാവും. ഓരോ ദിവസവും പറഞ്ഞു തരുന്ന ചില വിഷയങ്ങൾ അത് മതിയാവും. ഇന്ന് നമ്മൾ ഈ പഠിക്കുന്ന വിഷയം കിതാബിൻ്റെ മുന്നിലുണ്ട്. കിതാബ് ഞാൻ പറഞ്ഞു, അത് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ലോക പ്രശസ്ത ഗ്രന്ഥമായ ഈ കിതാബുൽ ഹിക്കമിന് വ്യാഖ്യാനം കൊടുക്കുകയാണ് ഇബ്നു അജീബ തങ്ങൾ. ബഹുമാനപ്പെട്ട ഈ ഖാദിലാണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ഖാദിൽ അതിൻ്റെ 264 പേജിൽ നൽകിയ ഒരു ഹദീസാണ്, ഒരു ഖുദ്സിയ ഹദീസാണ് ഇന്നത്തെ നമ്മുടെ പ്രമേയാരംഭം. അവിടെയാണ് ഇന്ന് നമ്മുടെ ചർച്ച. എന്താ പറയുന്നത്? നല്ല പോലെ തല കൊടുത്ത് ചിന്തിക്കുക. എന്താണ് ഈ പറയുന്നത്? മുസ്തഫ റസൂലുള്ളാഹി പറയാം, യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നുണ്ട്. ഇത് മറക്കരുത്, അങ്ങോട്ട് കെയറാണ്. അത് വളരെ വളരെ വലിയ ഒരു ഫത്ഹാണ്. വാതിലുകൾ തുറക്കും. നമ്മൾ ഇവിടുന്ന് ഇപ്പം ഇത് ഉൾക്കൊണ്ടായി ഇവിടുന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടും. നമ്മൾ ഓട്ടേക്ക് എത്തും. ഇത് എന്താ പറയുന്നത്? യാ ഇബാദി, എൻ്റെ അടിമകളെ, എഴുതിയേക്കണേ. ഈ ഖാദിലാണ് ഹദീസ് ഉള്ളത്. ഹദീസ് ഞാൻ വായിക്കുകയാണ്, നിങ്ങൾ എഴുതിയേക്കണേ. യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നുണ്ട്. മുസ്തഫ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നുണ്ട്. അതാണല്ലോ ഖുദ്സി ഹദീസ്. അല്ലാഹു ഖുർആൻ അല്ലാതെ അല്ലാഹു നേരിട്ട് പറയുന്ന വാക്കുകൾക്ക് എന്ത് പറയും? ഖുദ്സി ഹദീസ് എന്ന് പറയും. അല്ലാഹു നേരിട്ട് പറയുന്നത്, അതായത് ആശയം നബിക്ക് നൽകിയിട്ട് അല്ല, അല്ലാഹു നേരിട്ട് പറയും. മുസ്തഫ നബിയോട് നേരിട്ട് പറയാം. എന്നാൽ ഖുർആൻ അല്ലതാനും. അപ്പോൾ ഇനി അല്ലാഹു സംസാരിക്കുന്ന ഒന്നിരിക്കൽ ഖുർആനാവും. ഇത് ഖുർആൻ അല്ലാത്തതിന് എന്ത് പറയും? ഖുദ്സി ഹദീസ് എന്നാണ്. ഇത് ഖുദ്സി ഹദീസ്. യഖൂലുല്ലാഹ്, റസൂൽ പറയാണ്, അല്ലാഹു പറയുന്നുണ്ട്. എന്താ അല്ലാഹു പറയുന്നത്? യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, എൻ്റെ ദാസികളെ, എൻ്റെ ദാസന്മാരെ, ദാസികളെ, എൻ്റെ അടിമകളെ, ഇൻ കുൻതും തഅതഖദൂന അന്നീ ലാ അറാക്കും, ഞാൻ നിങ്ങളെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ, ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്നില്ല, കാണുന്നില്ല, നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നിങ്ങൾ ഇൻഡിവിജ്വലായി ഓരോരുത്തരെയും നിങ്ങൾ വേറിട്ട് നിങ്ങളെ അങ്ങനെ ഇല്ല. ഓരോരുത്തരെയും അല്ലാഹു തആലക്ക് 800 കോടി മനുഷ്യന്മാരെന്നല്ല, 8,000 അല്ല, 80,000 കോടി മനുഷ്യന്മാരും അല്ലാഹു സുബ്ഹാനഹു ഇത്രയില്ല. അത്രയും വലിയ ജലാലായ സുബ്ഹാന. യാ ഇബാദി, എഴുതിയേക്കണേ ഹദീസ് എഴുതിയൊക്കെ. യാ ഇബാദി, ഇൻ കുൻതും തഅതഖദൂന അന്നീ ലാ അറാക്കും, ഞാൻ നിങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല, ഞാൻ നിങ്ങളിലേക്ക് തിരിയുന്നില്ല, ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നില്ല, അങ്ങനെയൊക്കെ അർത്ഥം വെക്കാം. ഇൻ കുൻതും തഅതഖദൂന അന്നീ ലാ അറാക്കും, ഞങ്ങളുടെ ഭാഗത്തേക്ക് തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ, ഫൽ ഖലലു ഫീ ഈമാനിക്കും, നിങ്ങൾ മുഅ്മിനീങ്ങളാവൂല. ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങൾ മുഅ്മിനാവൂല. അപ്പോൾ നമ്മൾ മുഅ്മിനാകണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു എന്നെ തന്നെ ഇപ്പം ഇപ്പോൾ ഈ സെക്കൻഡ്, ഈ സമയത്ത്, ഇതിനു മുമ്പോ ഇനിയോ ഞാൻ ഖബറിലെത്തിയാലോ, ഖബറിലെത്തിയിട്ടും, ഞാൻ മനുഷ്യരിൽ അവിടെയും, ഞാൻ സ്വർഗത്തിൽ അവിടെയും, ഞാൻ ബാപ്പാൻ്റെ മുതുകിൽ നിന്ന് അവിടെയും, ഞാൻ ആലമുൽ അർവാൻ അവിടെയും. മറയുക എന്ന കാര്യത്തിൽ അവൻ ഇത്തിസാഫാവൂല. അവന് മറയാൻ ഒരു സംഭവമില്ല. സദാ നേരവും
ഇപ്പോൾ ഒരു ഉറുമ്പ്, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഉറുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ടു. ഞാനൊരു ഉദാഹരണം പറയാം. ആ ഉദാഹരണങ്ങൾക്ക് മധ്യവും നല്ലൊരു ഉദാഹരണം പറയാം. ഒരു ഉറുമ്പ് ഇന്ന് രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടു. ഞാനിവിടെ കസേര നോക്കിയിരിക്കുക. അങ്ങനെ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് ഉറുമ്പ് ഇവിടെത്തി. പിന്നെ കുറച്ചും കൂടി ഉറുമ്പ് നടന്നു. പിന്നെ കുറച്ച് ഉറുമ്പ് കിടന്നു. പിന്നെ രാവിലെ ആയപ്പോൾ പിന്നെ ഇവിടുന്ന് വീണ്ടും ഉറുമ്പ് പണി തുടങ്ങി. പിന്നെ നാളെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഉറുമ്പ് ഇവിടെത്തി. മറ്റന്നാൾ രാവിലെ ഇവിടെത്തി. അങ്ങനെ 63 കൊല്ലം കൊണ്ട് ഉറുമ്പ് അവിടെ എത്തിയെന്ന് സങ്കല്പിക്കും. എക്സാമ്പിൾ, ഇതാണ് വലുതായി കളി. ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രസൻ്റാണൊക്കെ. ഉറുമ്പാണ്. ഉറുമ്പിനെ എന്ത് തോന്നണുള്ളൂ? 63 കൊല്ലമായിട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും നല്ല നിൽക്കണം പോകണമെന്ന് തോന്നണത് ആർക്ക് മാത്രമാണ്? ഉറുമ്പിനാണ്. എനിക്ക് രാത്രിയില്ല പകലുമില്ല, ഞാൻ ഉറുമ്പിനെ മറിഞ്ഞിട്ടുമില്ല. ഉറുമ്പ് അവിടെ എത്തുമ്പോൾ ആലോചിക്കുക, എന്ത് ഞാൻ പുറപ്പെട്ട സമയത്ത് ഒന്നാം രാത്രി ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമവാസികളൊക്കെ നല്ല ആളുകളെ നല്ല ഭക്ഷണമൊക്കെ തന്നു. രണ്ടാമത്തെ രാത്രി എത്തിയപ്പോൾ അത്ര നന്നായില്ല. അവിടുന്ന് ഒരു പഴയ കീറച്ചാക്ക് നൈലാലിനെ കിടത്തിയത്. എൻ്റെ ഇടയ്ക്കൊരു നാട്ടിലെത്തിയപ്പോൾ ഭയങ്കര നല്ല മനുഷ്യൻ. അവിടെ എന്തോ വലിയ പെരുന്നാൾ, അപ്പോൾ നല്ല മട്ടൻ ചിക്കനൊക്കെ എനിക്ക് കിട്ടി. ഇങ്ങനെയൊക്കെ ഉറുമ്പിന് ഓർമ്മകളുണ്ട്. എനിക്കൊന്നുമില്ല. ഞാൻ ഒരു ധാരണയാണ്. ഇതാണ് റബ്ബ്. ഇതിൽ പറയാവുന്നതിൻ്റെ പരമാവധി ഒരു ധാരണ. ഇതൊരു ധാരണയല്ല, റബ്ബിലേക്ക് ചേർത്ത ധാരണയല്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് കാണാതിരിക്കുന്നുണ്ടോ? എങ്കിൽ അള്ളാഹു തആലക്ക് ഈ ലോകത്തിലെ വലുപ്പമില്ല. അവൻ അള്ളാഹുവാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇന്ന റബ്ബ് കാണുന്നില്ല എന്നാണ് ഓരോരുത്തരുടെ വിശ്വാസമെങ്കിൽ ഓനാരല്ല, ഓനൊരു ലാഭം കിട്ടും. എന്തെന്നറിയോ? ലോറാസറൊന്നും നിസ്കരിക്കണ്ട. കാരണം ഓൻ കാഫറ. എന്നെ റബ്ബ് കാണുന്നില്ല എന്നാണ് അവൻ്റെ വിശ്വാസമെങ്കിൽ ഈ മനുഷ്യരിയല്ല, മൂമിനല്ല. പള്ളി കമ്മിറ്റിയാണ്, മദ്രസ കമ്മിറ്റിയാണ്, സംഘടനയുടെ പ്രസിഡൻ്റാണ്, വലിയ കൊല്ലിന്ന് ഒച്ചുണ്ടാക്കിയിട്ട് യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ ആരല്ല? മൂമിനല്ല. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മൂമിനല്ല. ഞാൻ നിങ്ങളെ തീരെ കാണേയില്ല എന്നാണ് നിങ്ങളെ വിശ്വാസമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അപ്പം വല്ലാതെ ശ്രദ്ധിച്ചില്ല, അങ്ങനെയാണ് എനിക്കത് പറ്റിയത്, അങ്ങനെയാണോ? എങ്കിൽ നിങ്ങൾ മുമ്പിനല്ല. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാത്തൊരു നേരമില്ല. ഇനിയിപ്പോൾ ഇതിങ്ങനെയാണ് കണ്ടിക്കളി. ഇവിടുന്ന് ഇതുവരെ നമ്മൾ ആലമുൽ അർവാഹിലായിരുന്നു. അപ്പോൾ റബ്ബ് നോക്കിയിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ കുറച്ച് നേരം ഉമ്മാൻ്റെ വയറ്റിലായിരുന്നു, ബാപ്പാൻ്റെ മുതുകിലായിരുന്നു, പിന്നെ ഉമ്മാൻ്റെ വയറ്റിലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചാലും ആശുപത്രിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ വെച്ച് ഓടി നടന്നു മുറ്റത്ത് കൂടെ. അപ്പോഴും നോക്കിയിരിക്കുന്നതാണ്. പിന്നെ ഇവിടെത്തി. അപ്പം പിന്നെ ഇവിടെ എത്താനായപ്പോൾ ഇങ്ങനെ കണ്ടവരോടൊക്കെ എന്ത് പറയൽ തുടങ്ങി? നല്ല നിൽക്കണം പോകാൻ വയർക്ക്. അപ്പോഴോ ആളോട് നോക്കിയിരിക്കുകയാണ്. എവിടുന്ന് തുടങ്ങിയത്? ആലമുല്ലറ്. ഇനി ഇവിടുന്നും ഇറങ്ങി അവിടേക്കും കാണും. ഇതും തമ്മിലൊന്നും ഒരു വ്യത്യാസം റബ്ബിനില്ല. പിന്നെ കിടന്നുറങ്ങി കുറച്ച് കബറിൽ, പിന്നെ കബർ എണീറ്റു. പിന്നെ 50,000 കൊല്ലം മഹ്ശർ നിൽക്കുന്നതിനെ തൊട്ട് അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നല്ല AC കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാൻ തന്നെ അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. ഇരിക്കും ഇൻഷാ അള്ളാഹ്. പേടിക്കണ്ട ഇൻഷാ അള്ളാഹ് തൗഫീക്ക് തരട്ടെ. പിന്നെ എന്ത് ചെയ്തു? പിന്നെ സ്വർഗം അള്ളാഹു തആല കഥ എന്താണ്? ഇനിയിപ്പോൾ നമ്മൾ സ്വർഗത്തിലെത്തിയപ്പോഴത്തേക്ക് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് ഇതൊക്കെ സ്വർഗം കുറച്ച് പണ്ടുണ്ടാക്കിയ സ്വർഗമായതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് മാറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൽക്കാലം നമ്മൾ വേറൊരു ഏരിയയിലേക്കാക്കി. ഇതിനേക്കാളും 100 മാറ്റി, 10 മാറ്റല്ല, 100 മാറ്റ്.
ഉള്ള സ്വർഗം ഉണ്ടാക്കാൻ അല്ലാഹു തആലക്ക് ഒരു സെക്കൻഡ് വേണ്ട. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ പുതിയ സ്വർഗം ഉണ്ടാക്കി വന്നോളെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് പോരൂല അല്ലേ? അപ്പം പുതിയ സ്വർഗത്തിലെത്തിയൊക്കെ നമുക്ക് ഒന്നും കൂടി സുഖമായി. അള്ളാഹു ആരാന്ന് വിചാരിച്ച് നമ്മളെ ഒരു പ്രശ്നം നമുക്ക് റബ്ബിനെ മനസ്സിലാക്കിയിട്ടേ ഇല്ല. നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെയാണ് റബ്ബിനെ മനസ്സിലാക്കുന്നത്. നമ്മളൊരു വിഷയം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് പോയി പറഞ്ഞാൽ എൻ്റെ കാര്യം ഈ കൊല്ലം ഞാൻ മാർച്ച് 31-നുള്ള ഫയലിൽ എൻ്റെത് ഒപ്പിട്ടിരിക്കുന്നത്. ഈ വർത്താനം മൂപ്പര് ഒരുപാട് മാർച്ച് 31-ന് ഒപ്പിടാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മരിക്കുന്നത് വരെ മൂപ്പര് ഒപ്പിടാനോട്ട് സാധ്യതയുമില്ല. ഈ നിലക്കാണ് ആരെ മനസ്സിലാക്കണത്? അതാണ് ഇതാണ് പ്രശ്നം. നമ്മളെല്ലാവരും തലയെക്കെട്ടൽ സുന്നത്തില്ല, സുന്നത്തേ ഉള്ളൂ, വാജിബില്ല. ഈ സുന്നത്തില്ല എന്ന് പറയണ്ട, വാജിബില്ല. തൊപ്പിടലും വാജിബില്ല, ഇത് വാജിബാണ്. അതൊക്കെ ഏർപ്പാടുകളാണ്. ഒരു സ്വാലിഹായ ആലിമായ വിവരമുള്ളൊരു മനുഷ്യൻ ഒരിക്കൽ ഫാൻറ്റും കോട്ടും ഇട്ട് ഞാൻ നബിയെ സ്വപ്നം കണ്ടു എന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നബി അല്ലാതിരിക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഉണ്ടായിക്കൂടെ? ഉണ്ടാവും. അതെന്തേ അങ്ങനെ കണ്ടു? ഞാൻ പറഞ്ഞു, അയാളോട് പറഞ്ഞു, ജനീവയിലെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തിൽ മുമ്പിനുണ്ടെങ്കിൽ അയാൾ ചില സ്വപ്നം കാണുക റസൂൽ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്നതായിട്ടാണ്. അങ്ങനെയും കാണും. ഇന്നാണ് റസൂൽ ഉള്ളതെങ്കിൽ റസൂൽ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞ പ്രസംഗിക്കേണ്ടത് മനസ്സിലാണ്ട് പറഞ്ഞാൽ റസൂൽ ഇല്ല റഹ്മത്ത്. ഒരു കാര്യത്തിന് പേടി വേണ്ട. ഇനി ഒന്നുകൂടി ഹദീസിലേക്ക് മടങ്ങാം. യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ കുന്തും തഅതഖിദൂന അന്നീ ലാ അറാക്കും, ഞാൻ നിങ്ങളെ തീരെ കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ എങ്കിൽ ഫൽ ഖലലു ഫി ഈമാനിക്കും, നിങ്ങളെ ഈമാനിൽ തീർച്ചയായിട്ടും ഖലൽ, ഇടർച്ച, അബദ്ധം, തെറ്റ്. ഈമാനിൽ അബദ്ധം സംഭവിച്ചാൽ സഹ്വിൻ്റെ സുജൂദ് മതിയാവില്ല. പിന്നെ ചുടലി പോയി കിടക്കേണ്ടി വരും. പിന്നെ ഖബർ ചുടലിയാവും. പള്ളിൻ്റെ മുറ്റത്ത് മറവ് ചെയ്താലും ചടലിയായിരിക്കും. അത് നോക്കാത്തി രക്ഷിക്കട്ടെ. എന്ത് സംഭവിച്ചാൽ നിസ്കാരത്തിൽ പിഴവ് സംഭവിച്ചാൽ എന്ത് മതി? സഹ്വിൻ്റെ സുജൂദ് മതി. ഈമാനിൽ പിഴവ് സംഭവിച്ചാലോ എന്തേ? ഈമാനിൽ പിഴവ് സംഭവിച്ചാൽ പിന്നെ എന്താണ്? ഈമാനിൽ പിഴവ് സംഭവിച്ചാൽ എന്താണോ അവൻ്റെ പേര്? കാഫിർ എന്ന് പറയാൻ കഴിയും. അത് പേടിക്കണേ. ഈമാൻ നിസ്കാരത്തിൽ പിഴവ് സംഭവിച്ചാൽ എന്ത് മതി? സഹ്വിൻ്റെ സുജൂദ് മതി. പുളിയിഞ്ചി കുത്തിണ്ടാക്കി ബിരിയാണി വെച്ചു, എല്ലാം പുളിയിഞ്ചി കുത്തിണ്ടാക്കി എല്ലാം കഴിഞ്ഞ് അത് കുറിച്ച് പിന്നെ അത് അതിൻ്റെ പാത്രത്തിലിട്ട് വിളമ്പാൻ നോക്കുമ്പോൾ കേടാണ് എന്ന് വെച്ചോ, എന്നാ അതാണ് മാറ്റിച്ചാൽ മതി. ചോറിന് കേടാണെങ്കിലോ മാറ്റിച്ചാൽ മതിയോ? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിരിയാണിക്കാണ് കേടെങ്കിലോ? പുളിയിഞ്ചിയിൽ എലി ചത്തിറക്കണ കണ്ടാൽ എന്താ കുഴപ്പം? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇവർക്ക് ലേശം ബുദ്ധി കൊടുക്കണമേ പഠിച്ചോനെ. മനസ്സിലായില്ലേ? പുളിയിഞ്ചി കുത്തിണ്ടാക്കി രാവിലെ ബിരിയാണിക്ക് വെക്കാൻ, പുളിയിഞ്ചിയിൽ കുത്തിണ്ടാക്കിയത് എടുത്തു നോക്കുമ്പോൾ അതിൽ എലി ചത്തിറക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എന്താണ് അതൊന്നും വിളമ്പിടില്ല. ഇപ്പം പുളിയിഞ്ചി വാജിബുണ്ടോ? ബിരിയാണിയിലാണ് എലി എത്തിറക്കണമെങ്കിലോ ഇനി എന്താ ചെയ്യുക? പറയാ കുട്ടി, പിന്നെന്താ ചെയ്യുക? തൽക്കാലം ബിരിയാണി മാറ്റിയൊക്കെ നമുക്ക് പുളിയിഞ്ചി വിളമ്പാം കൊടുക്കും. എന്താണ് ആലോചിക്കാത്തത്? ഇവിടെ നിസ്കാരത്തിലും നോമ്പിലും എന്ത് പഴു പറ്റിയാലും ഫുറോളിയാത്തല്ലേ? മനസ്സിലായോ പറഞ്ഞത്? ലോകം നിസ്കാരം പഠിപ്പിച്ച ആൾ നമ്മളെ അള്ളാഹിനോട് പറഞ്ഞതാണ്, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? മുത്തുനബി പറഞ്ഞു, ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. അതിനെന്ത് കുഴപ്പമുള്ളത്? ചെയ്തിട്ടില്ല. അവൻ്റെ അളമത്ത് ജലാലത്തിനോട് യോജിക്കുന്ന വിധത്തിൽ ഇബാദത്ത് ചെയ്യാൻ നമ്മക്കോട്ട് കഴിയൂല. എങ്ങനെ കഴിയുന്നു? ഞാനിൻ്റെ ഈ ജീവിതത്തിൽ തേങ്ങന്നെ ഉടച്ചിട്ടില്ല, ചിരട്ടല്ലാതെ. ഇന്ന് രാവിലത്തെ സുബഹി നിസ്കാരം കഴിയും.
സുബഹി നിസ്കരിക്കാൻ അറിയില്ല, എന്താ നിസ്കരിക്കാത്ത അറിയൂല. സുബഹി നിസ്കരിക്കാൻ അറിയില്ല, എന്തേ ഇശ നിസ്കരിക്കാൻ അറിയൂല, പിന്നെന്തേ ചിരട്ടുടച്ചു. നിസ്കരിക്കേണ്ട വിധത്തിൽ നിസ്കരിക്കാൻ അറിയൂല. നീ എവിടെ പോയി അറിയില്ല. എന്റെ ആയുസിൽ ഞാനൊരു നിസ്കരിച്ചായി ഇന്റെ ഓർമ്മയില്ല. നിങ്ങൾ നിസ്കരിച്ചു, ഞാൻ നിസ്കരിച്ചില്ല. അല്ലാഹു തആലാക്ക് അവൻ്റെ അളമത്ത് ജലാലിയത്തിനെ മാത്രം ജമാലിയത്തിൻ്റെ മനസ്സ് ഒക്കെ ഉൾക്കൊണ്ടൊരു നിസ്കാരം ഒരു 2 റക്അത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിസ്കരിച്ചിട്ട് കഴിയൂല. പിന്നെ എന്തേ ഉള്ളൂ, നിസ്കാരം കഴിഞ്ഞാൽ വേഗം എന്ത് പറയും? അസ്തഗ്ഫിറുല്ലാഹ് അലീം. എന്തേ നിസ്കാരം എന്ന് പറഞ്ഞാൽ പൊലിയാട്ട. എന്താണ് അവിടെ ഉറങ്ങുന്നത്? നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? കള്ളുടിച്ചാണ്ടാണല്ലോ എന്ത് പറയണ്ടത്? പറയട ചങ്ങായിമാരെ, കള്ളു കുടിച്ചതിനാണല്ലോ എന്ത് പറയണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങളിവിടെ ഈ ക്ലാസ്സിന് വരുന്നതാണോ അതോ ഇത് കഴിഞ്ഞിട്ട് ജിന്നിനെ വാങ്ങിക്കൊണ്ടുപോകാൻ വരുന്നതാണോ? എന്തിനാ നിങ്ങൾ വരുന്നത്? എല്ലാം കൂടി ആയിട്ട് ജിന്നിനെ കുപ്പിയിലാക്കാൻ വരുന്നവരുണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം. ഇവിടെ ജിന്നിനെ കുപ്പിയിലാക്കി കൊടുക്കില്ല. ഞങ്ങൾ നഷ്ടങ്ങൾ ബോധ്യപ്പെട്ടികളാ. നിങ്ങളെ രോഗം മറന്ന് ഇങ്ങോട്ട് വന്നൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. എനിക്ക് തന്നെ പ്രയാസത്തിലാണ്. നിങ്ങൾ ഇത് കേക്ക് തലയൊക്കെ അപ്പം തലയിൽ ആര് വരും? അള്ളാഹു വരും. പിന്നെ നിങ്ങൾക്ക് ഒരാളെ ആവശ്യം ഉണ്ടാവില്ല. ആരും നടത്തിത്തരും? അള്ളാഹുവാണ്. പിന്നെ നിങ്ങളെ രഹസ്യങ്ങളും നിങ്ങളെ റബ്ബും തമ്മിലാണ്. ഞാനത് അറിയേണ്ട ആവശ്യമില്ല. കുമ്പസരിക്കൽ എന്നൊരു പരിപാടി ഇസ്ലാമിൽ ഇല്ല. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്തേ പിന്നെ ലാസ്റ്റ് പറഞ്ഞേ? എന്താ പറഞ്ഞേ? അത് നമുക്ക് കഴിയൂല. അപ്പൊ ഇബാദത്തിൽ എപ്പോഴും നമുക്ക് ഖലൽ വരാം. പക്ഷെ വിശ്വാസം കൃത്യമായിരിക്കണം. മനസ്സിലാവും? അത് യഖീനാകണം. മൂഖീൻ ഉറപ്പിച്ചോ, ഒരു കമ്മിയില്ല. മേ ബി പഠിച്ചോ ചിലപ്പോൾ ഉണ്ടാവും ചെയ്യാം, ചിലപ്പോൾ അങ്ങനെ പറ്റൂല. നിസ്കാരം അല്ലാഹു സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. നിസ്കരിക്കാം അല്ലാഹു തആല സ്വീകരിച്ചില്ല, നിനക്കെന്താ? നിസ്കാരം കൊണ്ടാണ് സ്വർഗ്ഗത്തിൽ കിടക്കുന്നത്. ഞാൻ ഒന്ന് ലെവലാക്കി തരാം. ഒന്ന് ക്രിയൻ. നിസ്കാരം കൊണ്ടാണോ സ്വർഗ്ഗത്തിൽ കിടക്കുന്നത്? നിസ്കാരം തന്നെ നിസ്കരിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. സുന്നത്തോ അതും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അത് സ്വീകരിക്കണ പോലത്തെ ഇജ്ജ് ചെയ്തിട്ടുണ്ടോ? എനക്ക് കഴിയുന്ന വിധത്തിൽ ചെയ്തു. അത് ആ വിധത്തിൽ ചെയ്യാൻ നിനക്ക് കഴിയൂല. അതിന് പ്രശ്നമല്ല. നിനക്ക് കഴിയേണ്ട വിധത്തിൽ ചെയ്യാനേ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ. ഒരാൾക്ക് സാധ്യമല്ലാത്തത് അള്ളാഹുവോട് അയാൾ കൽപ്പിക്കൂല. അള്ളാഹു അയാളോട് കൽപ്പിക്കൂല. അയാൾക്ക് സാധ്യമല്ലാത്തതിനെ അള്ളാഹു അയാളോട് കൽപ്പിക്കൂല. അള്ളാഹു കൽപ്പിച്ച ഒറിജിനാലിറ്റി ചെയ്യാൻ നമുക്കോട്ട് കഴിയൂല. അപ്പൊ നമ്മൾ നിസ്കരിച്ചു, അബദ്ധാണ്, ഒക്കെ അബദ്ധത്തിലാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്റെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞ് അള്ളാഹുവിന് എനിക്ക് ഉറപ്പുണ്ട്, നിസ്കാരത്തിൽ ഉറപ്പില്ല. അള്ളാഹു ഉറപ്പന്നെ. നിസ്കാരം സ്വീകരിക്കുകയും ചെയ്യാം, സ്വീകരിക്കുകയും ചെയ്യാം. നോമ്പ് സ്വീകരിക്കാതിരിക്കാം. ഒറ്റ റമളാൻ മാസത്തിലെ നോമ്പ് അല്ലാഹു തആല സ്വീകരിച്ചിരിക്കണമെങ്കിൽ നമ്മളെ ഈ കോലത്ത് കണ്ടാൽ പോരാ. കത്തൊന്നും അതണ്ട, ഒരു നോമ്പ് സ്വീകരിച്ചാൽ മതി. നമ്മളെവിടെയോ എത്തും, ആരോചന വായിക്കും. നമുക്ക് ഭത്തൊക്കെ തിന്നാനുള്ളൊരു പരിപാടിയാണ് എന്ത്? നോമ്പ്. അതുകൊണ്ട് തന്നെയാണ് നോമ്പിൻ്റെ അവസാനം മാപ്പ് പറയലൊക്കെ കുഴങ്ങിയാലല്ലേ നോമ്പിൻ്റെ അവസാനം എന്താ പറയണത്? സത്യം പറയണത് 1-ാം നോമ്പിനാണ് മാപ്പ് പറയേണ്ടത്. 2-ാം നോമ്പിന് നമുക്കൊന്നും കൂടി മസിൽ പവർ കൂടാറുണ്ട്. റബ്ബെ മാപ്പാക്കണമെന്ന് പറയാൻ എന്താ? ഇതുവരെ ഞങ്ങൾ 11 മാസം നോമ്പ് നോൽക്കാതെ പലതും കുതിരവിട്ട് നടന്നതുകൊണ്ട് പഠിച്ചോനെ മാപ്പാക്കണേ. 2-ാം ദിവസം നോമ്പായപ്പോൾ തന്നെ നമുക്ക് എനർജി കൂടിയില്ലേ? നോമ്പല്ലേ നോക്കണത്. 3, 4, മറ്റ് 10, 20 ആകുമ്പോഴത്തേന് ചിബിരോലിനോട് വരെ യുദ്ധം ചെയ്യാനുള്ള അവസ്ഥയിലെത്തണ്ടേ? നമ്മൾ ആരാ? സത്യം പറഞ്ഞാൽ നമ്മൾ മാപ്പ് പറയണ എവിടെയാ? 29-ാം നോമ്പിനും എന്താ പറയണത്? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ്. മാപ്പാക്കണം. എന്ത്? ഇതിനെ മാപ്പാക്കണം എന്ന് പറയും.
ഈ അസ്തഗ്ഫിറുല്ലാഹ് ചങ്ങായി അവിടുത്തെ ഇന്നകാഫു ഒക്കെ ഒന്നാ. ഇവിടുത്തെ ഈ അസ്തഗ്ഫിറുല്ലാഹ്, ഈ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞ ഈ അസ്തഗ്ഫിറുല്ലാഹിന്റെ മറ്റൊരു പ്രയോഗമാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നകാഫൂൻ, മാപ്പാക്കണം. എന്തേ? ചെയ്യേണ്ട കൊലത്ത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, നോമ്പനോട്ടിട്ടില്ല. നോമ്പ് എന്തു നോമ്പ്? എല്ലാവരും നോമ്പ് നോൽക്കും പോലെ ചെയ്തു. അപ്പൊ ഇബാദാത്തിലെല്ലാം ഖലലുണ്ടാവും. ഈമാനിൽ ഖലലുണ്ടായാൽ അപ്പൊ കഫറോ, സെക്കൻഡ് കഫറോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇനി നിങ്ങൾ ചിരിക്കാൻ ഇൻ കുന്തും തഅതഖദുന, നോക്ക് ബാക്കി എഴുതിക്ക് നോക്ക്. യാ ഇബാദി യഖൂലുല്ലാഹ്, ഹബീബായ നബി പറയാണ്, യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നുണ്ട്, യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, എൻ്റെ അടിമകളെ, ഇൻ കുന്തും തഅതഖദൂന, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അന്നീല അറാക്കും, നിങ്ങളെ ഞാൻ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ, ഫൽ ഖലലു ഫീ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിൽ ഇടർച്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പം തങ്ങളെ ഈമാൻ, അതായത് മോമിൻ എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഇനി ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് എന്നാണ് നിങ്ങളെ വിശ്വാസമെങ്കിൽ, നിങ്ങളെ കാണുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ആരെന്നെയാണ്? എങ്കിൽ ഫലിമ ജഅൽതുമൂനി അഹ്വനൻ നാദിരീന ഇലൈക്കും, നിങ്ങളിലേക്ക് ഏറ്റവും ദുർബലമായി നോക്കുന്ന ആളെയാക്കി, ആളുകളിൽ ഏറ്റവും ദുർബലനായി നിങ്ങൾ എന്നെ കണക്കാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്കി എഴുതിയേക്കണം. മതി. ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് എന്നാണ് നിങ്ങളെ വിശ്വാസമെങ്കിൽ, എഴുതണേ ശരിക്കും എഴുതണേ, വൃത്തിയായി എഴുതണം. ആരെയും കുട്ടികൾ കാണാത്തിൽ വലിയൊരു തങ്ങൾ പോലത്തെ ആളുകളൊക്കെ വൃത്തിയായി എഴുതണം, വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കണം. ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് എന്നാണ് നിങ്ങളെ വിശ്വാസമെങ്കിൽ, ഫലിമ, എന്തുകൊണ്ടാണ് ജഅൽതുമൂനി, നിങ്ങൾ എന്നെ ആക്കിയത്, അഹ്വനൻ നാദിരീന ഇലൈക്കും, അഹ്വനൻ നാദിരീന ഇലൈക്കും, നിങ്ങളിലേക്ക് നോക്കുന്ന ഏറ്റവും ദുർബലനായ നോട്ടക്കാരനാക്കിയിട്ടല്ലേ നിങ്ങൾ എന്നെ കണക്കാക്കുന്നത്? എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ നോക്കും. ഒരു പണിക്കാരത്തിനെ കുട്ടി നോക്കാൻ ഏൽപ്പിച്ചു. ഉമ്മ ടീച്ചറാണ്, ടീച്ചർ സ്കൂളിൽ പോയാലും ഓള് എന്ത് ചെയ്യും? സിനിമ കാണും. ഇടയ്ക്കിടക്കൊന്നും ഇങ്ങനെ നോക്കും, പിന്നെ മാമ്പൂട്ടിനെ നോക്കും, ഒന്നിങ്ങനെ നോക്കും, പിന്നെയും നോക്കാറ്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടി വീണ് തല പൊട്ടും. എന്തോ അങ്ങനെ കുട്ടി തല പൊട്ടിയത്? എന്തേ കുട്ടി വീണ് തല പൊട്ടിയത്? ഓള് കുട്ടി നോക്കണില്ല. എന്താണ് അഹ്വനുൻ നാദിരീൻ, നോക്കുന്നതിൽ ഏറ്റവും ദുർബലനായ നോട്ടക്കാരൻ. നിങ്ങൾ ഇന്നെ കണക്കാക്കണത് ഞാൻ നിങ്ങളെ നോക്കുന്നതിൽ ഏറ്റവും മോശമായി നിങ്ങളെ നോക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ എന്നെ കണക്കാക്കും. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ പായേരം വേറെ ആരോടാ പറയേണ്ടത്? ഞാനല്ലേ നിങ്ങൾ നോക്കണത്? ഈ നോക്കണ പെണ്ണ് ഒറിജിനൽ നല്ല ആത്മാർത്ഥമുള്ള ആളാണെങ്കിൽ ടീച്ചർക്ക് പോകുമ്പോൾ ഒന്നും പറയണ്ടല്ലോ. നേരെ മറിച്ച് അടുത്ത വീട്ടിലെ പെണ്ണിനോട് ഒന്ന് വിളിച്ചു അറിയിച്ചു, ഒന്ന് അങ്ങോട്ട് ഇടക്കിടക്ക് പോയി നോക്കണേ, ഓളെയൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഓള് സിനിമയും കണ്ട് പിന്നെ കുതിര വിട്ട് നടക്കും. ഓളെ മറ്റേയാൾക്ക് ഫോൺ ചെയ്യും, എൻ്റെ കുട്ടീൻ്റെ തല പൊട്ടും, ഇതൊന്ന് നോക്കണേ ഇടക്കിടക്ക് എന്നെ അടുത്ത വീട്ടുകാരിയോട് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇവൾ ദുർബലയായ നോട്ടക്കാരിയാണെന്നുള്ള ധാരണയിലല്ലേ. ഇവൾ ആത്മാർത്ഥമായി നോക്കുന്ന ആളാണെങ്കിൽ അടുത്ത വീട്ടുകാരി ഞാൻ നോക്കിക്കൊണ്ട് താത്തേന്ന് പറയുമ്പോൾ എന്താണ്, ഇഞ്ഞിച്ച് കുറച്ച് നോക്കിയില്ലെന്നും വേണ്ടില്ല, ഇവൾ നല്ല ഒരു ആളാ. ഹരിതും കൂടി പറയും. മനസ്സിലായില്ലേ തങ്ങളെ? ഇതൊക്കെ കൃത്യമായി എഴുതണട്ടാ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. വളരെ ഇത് തലയൊക്കെ കയറ്റിക്കാളി, എന്തിനാ പേടിക്കണത്? ചിന്തിക്ക്.
വളരെ നിങ്ങൾ ചിന്തിക്കണം. ഒരു പരിപാടിയിൽ നമ്മൾ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു 3-4 ഉസ്താദ്മാരെ കയറ്റി ഇരുത്തി. എന്നിട്ട് പിന്നെയും ബഹുമാനിച്ച് കയറ്റി ഇരുത്തിയതാണ്. അപ്പോൾ അവരെ പറ്റി പിന്നീട് ഒരാൾ എന്നോട് ഈ ആഴ്ച പറഞ്ഞു, ഇനി അങ്ങനെ സദസ്സിൽ ഉസ്താദ് വിളിച്ച് കയറ്റരുത്, നിങ്ങളെ പരിപാടി കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത്. അതേ സമയത്ത് അവിടെ മറ്റേ വീഡിയോ പിടിക്കുന്നുണ്ട്, നിങ്ങളിരുത്തോലിരിക്കണത് കണ്ട പിന്നെ ഓർക്ക് നമ്മളെ ചില മഹല്ലുകളിൽ ജോലി കിട്ടൂല. എന്നോട് പറയാൻ ഏൽപ്പിച്ചതാണ്. എടാ പോന്തായേ, എന്തിനാണ് ഈ തെരുകയും കെട്ടി നടക്കണം? ഇത് ഈ ആഴ്ച എനിക്കിറങ്ങിയ വയ്യ. ഈ ആഴ്ച എന്നോട് വന്ന് പറയാണ്, അടുത്ത കൊല ഇരുത്തരുത്. ഓർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് ഉസ്താദ്, വയറ് കേൾക്കാൻ വേണ്ടി തന്നെ ഒരു പേരുണ്ട്. പക്ഷേ ഓല് വയറ് കേൾക്കുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഓലെ മുഖം കിട്ടൂല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലൊക്കെ കയറ്റിയിരിക്കുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഓർക്ക് വരാക്കാൻ വയ്യ. അതേ സമയത്ത് അതിൽ പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർക്ക് ജോലി കിട്ടൂല. ഇപ്പം ജോലി മാറണ സമയമാണ്, ഷൈബാ മാസല്ലേ, അതും കൂട്ടത്തിൽ പറഞ്ഞു. അയ്യ എൻ്റെ തെരുകയും കെട്ടി നടക്കണ അന്തം പൊട്ടോനെ. ഈ ജാതി ധാരണ എനിക്കുണ്ടായിരുന്നു. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അടുത്ത് 10 പൈസ കിട്ടൂലേ. അതൊക്കെ എൻ്റെ തലേന്ന് പോയി. ഇപ്പോൾ ഒരു കാര്യത്തിൽ പേടിയില്ല, ഒരു പേടിയില്ല. ഞാൻ വലിയ ആളായി പറയല്ല, നമ്മൾ ചിന്തിക്കണം, നമ്മളെ നിലനിർത്തുന്ന ആരാ? അപ്പം അല്ലാഹു എന്തിനാ പഠിക്കണം? അത് നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ചാൽ പോരല്ലോ, നമ്മൾക്ക് പഠിക്കട്ടെ. ഈ ആഴ്ച എന്നോട് പറഞ്ഞ 2 ആൾ പറഞ്ഞു, ആ കൂട്ടത്തിൽപ്പെട്ട 2 ആൾ പറഞ്ഞു, ചിലപ്പോൾ തമ്മിൽ ഏൽപ്പിച്ചിട്ട് ഉസ്താദിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറഞ്ഞു പോകുന്നതായിരിക്കുമ്പോൾ 2 ആളും പറഞ്ഞു എന്നോട് ഇങ്ങനെ പോലെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. അവർ ചിന്തിക്കണം. ഒന്നും കൂടി പറയാം, മനസ്സിലായി? യാഴ്പാതി എൻ്റെ ദാസന്മാരെ, നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും ഭാഗത്തൊന്നും TV പിടിക്കൂല, ഞങ്ങൾക്ക് ഉറപ്പ് തരം. എനിക്കിതിൽ പേടിയുമില്ല, മരിച്ചാലും പേടിയില്ല. എന്തുകൊണ്ട്? ഞാൻ മരിച്ച സ്വർഗത്തിലാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ നിലക്ക് പോയാൽ ഞാൻ അല്ലാഹുവിന് വേണ്ടി ചെയ്യുകയാണ്, എനിക്ക് വേറെ ലക്ഷ്യമില്ല. ഞാൻ വലിയ ആളായി പറയല്ല. പക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒറിജിനൽ തന്നെയാണ്. ബാക്കിയൊക്കെ മുഖല്ലിബുൽ ഖുലൂബായ റബ്ബാണ്. അല്ലാഹു തആല അവൻ നമ്മളെ നേരായ മാർഗത്തിലാക്കി മരിപ്പിക്കട്ടെ. ഈ സെക്കൻഡിൽ ഞാൻ ആത്മാർത്ഥയിലാണ്. ഈ സെക്കൻഡിൽ ഒരു താല്പര്യം എനിക്കില്ല. നമ്മളൊക്കെ, ഞാനും നന്നാണ്, നിങ്ങൾ നന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നും കൂടി ഹദീസിലേക്ക് മടങ്ങുക. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, ഇൻ കുന്തും തഅതഖിദൂന, നിങ്ങൾ വിശ്വസിക്കുന്നത് അന്നീ ലാ അറാക്കും, ഞാൻ നിങ്ങളെ തീരെ അർത്ഥം വെക്കേ ശ്രദ്ധിക്കുന്നില്ല എന്നാണെങ്കിൽ ഫൽ ഖലലു ഫീ ഈമാനിക്കും, അപ്പോൾ നിങ്ങളുടെ ഈമാനിൽ ഖലൽ, എടർച്ച, അബദ്ധം, മനസ്സിലായില്ലേ, കമ്മി, അങ്ങനെയൊക്കെ അർത്ഥം വെക്കാം, സംഭവിച്ചിട്ടുണ്ട്. വഇൻ കുന്തും തഅതഖിദൂന, ഇനി നിങ്ങൾ വിശ്വസിക്കുന്നത് അന്നീ അറാക്കും, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഇരിക്കട്ടെ എങ്കിൽ ഫലിമ സിനാനെ ശരിക്കും എഴുതി, ഫലിമ ജഅൽതുമൂനി അഹ്വനൻ നാദിരീന ഇലൈക്കും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ നോക്കുന്ന ഏറ്റവും ദുർബലനായ നോട്ടക്കാരനായി എന്നെ കണക്കാക്കിയത്? എന്നെ എൻ്റെ റബ്ബ് നോക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ പായർ അഷ്റഫിനോട് പറയേണ്ടതുണ്ടോ? അൻവറിനോട് പറയേണ്ടതുണ്ടോ? എൻ്റെ റബ്ബാണ് നോക്കണില്ല. എന്തേ? റബ്ബിന്റെ കാര്യം കാട്ടാൻ പറയാൻ പറ്റൂല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് നോക്കിയെങ്കിലായി. എന്നാല് അഷ്റഫ്, അൻവറെ, അനക്കിപ്പോ കുറച്ച് കച്ചവടം കാര്യമൊക്കെ ഉള്ളതാണല്ലോ, ഇതൊന്ന് ശ്രദ്ധിക്കണം. മലയാക്കങ്ങൾ വയക്കല കച്ചവടമാണെങ്കിലും കുറച്ച് കുപ്പായത്തിലൊക്കെ കറയണം. എന്നാലും എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുള്ള നിങ്ങൾ ഇതിൻ്റെ കാര്യം നോക്കണം കേട്ടോ. കാരണം റബ്ബിനെ നമ്മളാണ് കണക്കാക്കണ്ട. കാരണം റബ്ബ് നോക്കിയെങ്കിലും ആയി. നമ്മളെപ്പോലത്തെ ഒന്നും റബ്ബ് അങ്ങനെയാണ് നോക്കൂല. റബ്ബ് എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ഡൊണാൾഡ് ട്രംപ്, മനസ്സിലായില്ലേ, അങ്ങനെ വ്ളാഡിമിർ പുടിൻ, ഇങ്ങനത്തെ ആളുകളെ മാത്രമേ പടച്ചോൻ നല്ല നോക്കും. നമ്മളൊക്കെ നോക്കിയെങ്കിലായി. അയ്യയ്യ, എത്ര വലിപ്പുണ്ടല്ലോ.
ഒന്നുകൂടി വഇൻ കുൻതും തഅതഖദൂന, രണ്ടാമത്തെ ശിക്കാണ്. വഇൻ കുൻതും തഅതഖദൂന, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നത് അന്നി അറാക്കും, ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ടെന്ന് തന്നെയാണ് എന്നിരിക്കട്ടെ. എന്നാലും ഫലിമ, എന്തുകൊണ്ടാണ് ജഅൽതുമൂനി, ഞാനാകുന്ന റബ്ബിനെ നിങ്ങളാക്കിയത് അഹ്വനന്നാളിനയിലേക്കും, നിങ്ങളിലേക്ക് നോക്കുന്ന ഏറ്റവും ദുർബലനായ നോട്ടക്കാരനായിട്ട്. എന്നെ നിങ്ങൾ റബ്ബായി കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം എന്താ? മനസ്സിലാണ്ട് പറഞ്ഞത്? പേടിക്കണ്ട, നമ്മളെ കാര്യം നമ്മൾ വിശ്വാസം വേണം. നിസ്കാരമല്ല വേണ്ട, നിസ്കാര അവസാനം മതി. നമുക്കാദ്യം എന്ത് വേണം? നിങ്ങൾ നിസ്കരിച്ച് പറഞ്ഞ് നിസ്കാരം 4 റക്അത്ത് മുമ്പും 4 റക്അത്ത് പിമ്പും 12 റക്അത്തൊക്കെ നിസ്കരിച്ച് ദ്വാരക്കണങ്ങട്ട ഉസ്താദി നടന്ന് കയ്യും കൊടുത്ത് ഇറങ്ങി വരുന്ന ആചേര് പാപ്പ 90 വയസ്സായ ആചേരോട് ഹൗദൻ്റെ കരയെന്ന് എന്തൊക്കെ നിങ്ങൾ വർത്താനം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? എന്ത് വർത്താനം? മരിക്കാത്തോണ്ട് അങ്ങനെ ജീവിച്ചു പോകണം, ഒന്നും ഗുണമല്ല. ആകെ 3-4 മക്കളുണ്ട്, ഗൾഫ് പോയി 10 പൈസ ഇല്ലാതെ പനമ്മയിലെ മുട്ടുമാരി ഇങ്ങോട്ട് തന്നെയാണ്. മറ്റേ കുഞ്ഞഹമ്മദിന് 1 മകനാണുള്ളത്, ഓന് നാടാകെ വാങ്ങി. എനിക്ക് 4 ഗൾഫിലാണ്, ഇനി 4 പോകാൻ നിൽക്കുക, ബാക്കി 4 ഇനി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പോയോല കാര്യം അങ്ങനെ തന്നെയല്ല. ഇതിപ്പം പറയാണ് നിങ്ങളോട്, എന്താപ്പം എത്ര വട്ടപ്പം പറഞ്ഞ് പറയാ ഈ അല്ലാഹ്, ഇതിനൊക്കെ എന്ത് മാനേങ്ങായി ഒരു ഏർപ്പാട് എന്നല്ലാതെ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ആദ്യം ആരെ ഉറപ്പിക്ക്? അല്ലാഹുവിനെ. അതെന്നെ എൻ്റെ റബ്ബിനെ എന്നെ പഠിച്ച ഓൻ്റെ മുതലല്ലേ ഞാൻ. നമ്മളാരെ മുതലാ? അല്ലാഹ് തന്നെയാണല്ലോ. ഏട്ടാ ഒരു 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 റേഡിയോയുടെ ആൻറ്റീന, റേഡിയോൻ്റെ തന്നെ ഒരു ഉപകാരമില്ല ഇന്നത്തെ കാലത്ത്. ഒരു റേഡിയോയുടെ ആൻറ്റീന നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ അത് മുറ്റത്ത് നിങ്ങളെ പഴയ റേഡിയോയുടെ ആൻറ്റീന നിങ്ങളില്ലാത്ത നേരത്തെ ആരോ പൊട്ടിച്ചിട്ട് മുറ്റത്തിട്ട് കണ്ടാൽ നിങ്ങൾ ആ ആൻറ്റീന എടുത്ത് വീണ്ടും തിരിച്ചു പോകും. ഇതൊക്കെ ഒരു മുതലല്ലേ? ഇതൊക്കെ ഇവിടെ ഞാനില്ലാത്ത നേരത്തെ കുതിര വിടാച്ച് കുട്ടിയെ കൊടുക്കുക. എന്താ പിച്ച് വിചാരിച്ച് ഇവിടെ എന്തൊക്കെ ഇങ്ങനെ പോണുണ്ടാവും എന്ന് പറഞ്ഞിട്ടല്ലേ പോരുള്ളൂ. ഈ ആൻറ്റീനോണ്ട് ഒരു ഉപകാരമില്ല, എന്നാലും ഇത് നിങ്ങളെ മുതലല്ലേ. ആ മുതൽ നിങ്ങൾക്കൊരു വില ഉണ്ടാവുമല്ലോ. എങ്കിൽ നിങ്ങൾ ഒരുത്തൻ്റെ ആൻറ്റീനയാണല്ലോ. ഒരു ഉപകാരമില്ലെങ്കിലും ഒരു പഴയ നാഷണൽ റേഡിയോന്റെ ആന്റീനന്റെ ഉപകാരം പോലും നിങ്ങളെ കൊണ്ട് ഇല്ല. എന്നാലും ആരെ മുതലാണ്? റബ്ബിന്റെ മുതലല്ലേ. നഖം വെട്ടാൻ പറ്റൂല, പറ്റിയത് വെട്ടി അത് പറ്റ കണ്ടായിട്ടുണ്ട്. അതിന്റെ ഇതൊക്കെ പല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്നാലും മുട്ടത്തി ഇറക്കണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ? കുടുങ്ങിയ നേരത്തൊന്ന് മൂർച്ചം വെപ്പിച്ചിട്ട് പിന്നെയൊന്നും ആക്കാലോ. ഇതങ്ങൾ വലിച്ചെറിയാ റോട്ടിൽ കൂടെ. ഞാൻ ഇവിടുന്ന് ദേശം കുറച്ചു നേരം വായിക്കണോണ്ട് ഇതങ്ങനെ വലിച്ചെറിയ കുട്ടിയെ കൊടുക്ക. ഇതുകൊണ്ട് ഇനിയൊരു നഖം വെട്ടാൻ പറ്റൂല. എന്നാലും നിങ്ങളെ മുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു വലിയ ബലിയാണ്. നിരച്ച ശീലമുള്ള കൂടെയാണെങ്കിലും അത് പുറത്തെടുക്കണ്ടെന്ന് പറയും. ഇതെന്തിനാ പെടട്ടാണ്? ഇത് കുട്ടികളെ വിളിച്ചാലോ, ഏതെങ്കിലും മയത്തി വിടാലോ. അതൊക്കെ ഏതോ നിങ്ങളിന്നെ കെട്ടുന്ന കാലത്ത് വാങ്ങിയതല്ല കാക്ക്. ഞാൻ എന്നെ കെട്ടിന് മുമ്പ് വാങ്ങിയതൊക്കെ പുറത്തിറങ്ങണം. ആരെന്നോട് പറഞ്ഞു? മനസ്സിലായില്ല. ആ കൊട സ്വിച്ചിനോട് കൂടെ വില്ലൊരു വയ്ക്കും ശീലൊരു വയ്ക്കും പോവും. എന്നാലും നിങ്ങൾക്ക് വില ഉണ്ട്. എന്തുകൊണ്ട്? അത് നിങ്ങളുടെ മുതല എങ്കിൽ എടാ അജ്ജി റബ്ബിന് മോനല്ലേ. റബ്ബിന് മോനല്ലേ. എന്നെ പഠിച്ചിട്ടില്ലല്ലോ. എന്നെ പഠിച്ചതാരാ? റബ്ബല്ലേ. ഈ ചിന്ത തലയേക്കട കയറ്റണം. എന്നാ പിന്നെ ഒരു പായലും പറയില്ല, നടക്കണമെങ്കിൽ നടക്കും. എന്നാ പിന്നെ ഒരു രോഗ പ്രശ്നമില്ലാതെ മര്യാദയ്ക്ക് കിടന്നുറങ്ങാം. ചോറും വെച്ച് വന്ന് 2 വർത്താനം പെണ്ണുങ്ങളോട് പറഞ്ഞ് കട്ടിൽ എടുത്ത് ഇട്ട് പായിട്ട് അല്ലെങ്കിൽ കിടക്കട്ട് കിടന്നു ഉറങ്ങി. മറ്റൊന്നും ഉറങ്ങണില്ല. ഉറങ്ങാത്തൊരു BP വേറെ, ഉറങ്ങാതിരിക്കുമ്പോൾ ഷുഗർ വേറെ. നേരം വിട്ട് ആ ഷുഗറും കൂടി BP കൂടി എല്ലാ EPയും കൂടി കൂടിയിട്ടാണ് പിന്നെ 2 മണിക്ക് തന്നെ ആശുപത്രി കൊണ്ടുകൊണ്ടുവരിക. എന്തുകൊണ്ട്? ഈമാനില്ല. ഈമാൻ അല്ലെങ്കിൽ ആ രാത്രി
അങ്ങനെ ഈമാണ്ടെങ്കിൽ ആ രാത്രി ഒരു 10, 5, 6,000, 6,000 ഉറുപ്പ്യ പോകില്ലായിരുന്നു. ഈമാനില്ലാത്തതുകൊണ്ട് ഉറുപ്പ്യ പോയി. മനസ്സിലായില്ല? ഏതായാലും ഉറുപ്പ്യ നഷ്ടം വരുന്നതിനെ തൊട്ട് പരിഹാരം എന്ന് പറഞ്ഞാലെങ്കിലും ഈമാൻ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമുക്ക് ഈമാനില്ലെങ്കിലും എന്ത് വേണം? പൈസ വേണമല്ലോ. എന്താ മുമ്പിനായ മെസ്സി എന്തിനാ പേടിക്കും? മറ്റൊരു അയമോട്ടിക്ക് നല്ല കച്ചവടമായിക്കോട്ടെ, എനിക്കെന്താ? അയമോട്ടിക്ക് ഭയങ്കര പൊടിയാ. അല്ല കാക്ക, നിങ്ങളെ പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങളെ പേടി അവിടെ തന്നെയാണല്ലോ, നിങ്ങൾക്കില്ലാത്ത കുരങ്ങിന്റെ സ്വഭാവമാണ്. എനിക്ക് തൽക്കാലം ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം വെച്ചാൽ പണി നോക്ക്. എന്തുകൊണ്ട്? എനിക്ക് ഒരു വിശ്വാസമുണ്ട്, ഞാൻ ആരെ മുതലാണ്? എൻ്റെ റബ്ബിന്റെ മുതലാ. ഓൻ കച്ചവടം വേണമെങ്കിൽ നടത്തും, ഇല്ലെങ്കിൽ നടത്തൂല. എന്താ കച്ചവടം? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? കാര്യം നമ്മൾ ആരെ മുതലാണ്? അള്ളാന്റെ മുതലാണ്. നമ്മളൊരു ആൻറ്റിനൻ്റെ വില പോലും ഇല്ലാത്തതാണ്. ഒരു സൂഫി അള്ളാഹുവോട് ഒരിക്കൽ പറഞ്ഞു, അള്ളാഹുവേ അന അഹല്ലു മിൻക, ഞാൻ നിന്നെക്കാൾ ഭാഗ്യക്കാരനാണ്. ഇയ്യും ഞാനും നോക്കിയാൽ ഭാഗ്യക്കാരൻ ഞാനാണ്, ഈ ഭാഗ്യമില്ലാത്തവനാണ്. എന്തുകൊണ്ട്? നിനക്കുള്ളത് ഒന്നിനും പറ്റാത്ത ഞാനാണ്, എനിക്കുള്ളത് എന്തിനും പറ്റുന്ന ഇയ്യാണ്. അപ്പോൾ ഭാഗ്യക്കാരനാരാ? യാ സുബ്ഹാനല്ലാഹ്. ഒരു സൂഫി പറഞ്ഞു ഒരിക്കൽ. അതൊക്കെ സൂഫികളെ വർത്താനം അങ്ങനെയാണ്, ഭയങ്കര. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നമുക്ക് പറഞ്ഞത് മനസ്സിലായി. സൂഫികളെ വർത്താനം അങ്ങനെയാണ്. ജലാലുദ്ദീൻ റൂമിയുടെ വർത്തമാനമുണ്ട്. ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ നീ എന്നെ മരിപ്പിക്കരുത്. അപ്പോൾ റബ്ബ് തിരിച്ച് ജലാലുദ്ദീൻ റൂമി എഴുതി വെച്ചിരിക്കുക, റബ്ബിനോട് പറഞ്ഞു, നീ റബ്ബേ എന്ന് പറയുന്നില്ലേ, പറയുന്ന കാലത്തോളം നീ മരിക്കൂല. നീ എന്നിലേക്ക് ചേർന്നില്ലേ, ഞാൻ മരിക്കാത്തതുകൊണ്ട് നീ മരിക്കൂല. അങ്ങനെ മരിക്കുക. കരണ്ട് പോകില്ലെങ്കിൽ പിന്നെ ഏത് സ്ഥാനത്തും കരണ്ട് ഉണ്ടാവില്ലേ? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? റബ്ബ് എന്ന വിചാരമുള്ളവൻ ഉണ്ടാവില്ല, മരിക്കൂല. എന്ത് മരിക്കണ്? ഇവിടുന്ന് അപ്പുറത്തൊക്കെ പോകും. എല്ലാ സുഖത്തിൽ അവിടെ ഖബറിൽ സന്തോഷമായി പാർക്കാം. എന്നൊക്കെ പറയും മനുഷ്യന്മാരെ. ഒരു സന്തോഷമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. തല കൊടുത്ത് ചിന്തിക്ക്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മൾ റബ്ബിനെ മനസ്സിലാക്കണം. ഒരുത്തനും നമ്മൾ വില വെക്കേണ്ട, ആരെ അല്ലാതെ. അതേസമയത്ത് റബ്ബിൻ്റെ ഇബാദത്തിനൊക്കെ വില വെക്കണം. വില വെക്കലിനൊക്കെ വില ഉണ്ട്. എന്നാ അതിൻ്റെ അപ്പുറത്തേക്ക് റബ്ബിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിലയില്ല. ഒന്നും കൂടി ആ ഹദീസ് പറയാം, അവസാനിപ്പിക്കാം. ഒന്നും കൂടി ഇന്ന് ആ ഹദീസാണ് നമ്മുടെ ചർച്ച. അല്ലാഹു ലതീഫും ബിഇബാദി, ഈ ആയത്തിൻ്റെ ചർച്ചയാണ്. അല്ലാഹു ലതീഫും ബിഇബാദി يرزق من يشاء وهو القوي العزيز من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. അല്ലാഹു ലതീഫും ബിഇബാദി, തൻ്റെ അടിമകളോട് ഏറ്റവും മൃദുലമായി സമീപിക്കുന്നവനാണ് അല്ലാഹു. യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൊടുത്തുകൊണ്ടേയിരിക്കും, കൊടുക്കന്നെയും. ഓൽ ഖവി, ആർക്കും കൊടുക്കാൻ അവൻ ശക്തനാണ്. അൽ അസീസ്, ഒരിക്കലും തീരാത്ത പ്രതാപമുള്ള മഹാചക്രവർത്തിയാണ്. ഖജനാവ് ഒരിക്കലും തീരാത്ത ഖജനാവാണ്, കൊടുത്തുകൊണ്ടേയിരിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ ഹദീസ് ഒന്നും കൂടി പറയും. ഹബീബ റസൂലുള്ളാഹി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നുണ്ട്. എന്ത്? യാ ഇബാദി ലൗ അന്നകും തഅതഖിദൂന ഇൻ കുൻതും തഅതഖിദൂന അന്നി ലാ അറാകും ഫൽഖലലു ഫീ ഈമാനികും വഇൻ കുൻതും തഅതഖിദൂന അന്നി അറാകും ഫലിമ ജഅൽതുമുനി അഹ്വന അന്നാളിരീന ഇലൈക്കും. ഞാൻ നിങ്ങളെ നോക്കുന്നില്ല എന്നാണ് നിങ്ങളെ ധാരണയെങ്കിൽ നിങ്ങൾ മുഅ്മിനല്ല. അതല്ല, നിങ്ങൾ നോക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ധാരണയുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കുന്ന ഏറ്റവും ദുർബല നോട്ടക്കാരനായി നിങ്ങളെന്നെ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് നോക്കണേ, എൻ്റെ ഈ നോട്ടക്കാരൻ ശരിയില്ല. മനസ്സിലായില്ലേ? പേടിക്കണ്ട. തലക്ക് ഈമാൻ കയറ്റണം. നമ്മൾ വിശ്വാസം ഉള്ളിൽ കയറണം. പിന്നെ ഒന്നും വേണ്ട, ആരും സഹിച്ചില്ല. എന്താ
മനസ്സിലായോ? ഇനിയിപ്പം ഞാൻ ഇതല്ലേ അടിസ്ഥാനം. ഈ അടിസ്ഥാനം മനുഷ്യന്റെ ഉള്ളിലുണ്ടാകണം. ആ വിഷയത്തിൽ ഒന്നും അവന് പേടിയില്ല. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. എവിടുന്നോ ഏതോ വീട്ടിൽ നിന്ന് വന്ന ഒരു പെണ്ണ്, ഏതോ വീട്ടിൽ നിന്ന് വന്ന ഒരു ആണ്, ഇവരുടെ പ്രേമവും വികാരവും ഉള്ളത് കൊണ്ട് അവർ വാതിലടച്ച് രണ്ടാളും ഒരു മുറി കിടക്കുക. പ്രേമമുള്ളത് കൊണ്ട് അതിനപ്പുറത്തേക്ക് രണ്ടാളും ചിന്തിക്കൂല. പ്രേമം എന്ന ഒരു കാര്യം രണ്ടാളി ഉള്ളിലുള്ളത് കൊണ്ട് അതിനപ്പുറത്തേക്ക് ബുദ്ധി വർക്ക് ചെയ്യൂല. ഈ സാധനം മാറ്റിവെച്ചാൽ ബുദ്ധി വർക്ക് ചെയ്യാലോ. എന്ത്? ഓള് അടിപ്പാവടിൻ്റെ ഉള്ളിൽ പീച്ചാങ്കത്തി കൊണ്ട് നിൽക്കണമെങ്കിലോ, ഞാൻ ഉറങ്ങിയപ്പോൾ ഇങ്ങനെ കുത്തിയാലോ. പണ്ട് സെവൻസ് ഫുട്ബോളിന് നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലും സെവൻസ് ഫുട്ബോളിൽ ഓലെ നമ്മൾ അടിച്ചാട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഓല് വിട്ടതാകാൻ പറയാൻ ഓല് കരുതി കൂട്ടി ഇന്നെ കൊല്ലാൻ വേണ്ടി, അന്ന് കൂടുതൽ അടിച്ചത് ഞാനാണ്. അപ്പം കരുതി കൂട്ടി ഇന്നെ കൊല്ലാൻ വേണ്ടി ഇവളെ വിട്ടതായിരിക്കാം. മിക്കവാറും ഉണ്ട് അവസാനം. അങ്ങനെ ചിന്തിച്ചൂടെ? എന്താ ചിന്തിക്കാത്തത്? പറയുടെ ചങ്ങ എന്താ ചിന്തിക്കാത്തത്? അവളിൽ നിന്ന് തനിക്ക് ചില നേട്ടങ്ങളും തൻ്റെ വികാരത്തിൻ്റെ താൽപൂർത്തീകരണങ്ങളും കിട്ടാൻ ഉള്ളതുകൊണ്ട് ബുദ്ധി അങ്ങോട്ട് നടക്കൂല. അതില്ലാതെയാകുമ്പോൾ എപ്പോഴും ശെക്കുണ്ടാവും. എന്നാൽ ഈ ശെക്കുണ്ടാവില്ല. ആർക്ക്? മുഅ്മിനിന് ഏത് ശെക്കുണ്ടാവില്ല, ഒരു ശെക്കുണ്ടാവില്ല. എന്തുകൊണ്ട്? പെങ്ങളെ ഞാൻ മനസ്സിലായില്ല. പെങ്ങളെല്ലാവരും പെടുന്ന് എന്നെ കൊല്ലാൻ തീരുമാനിച്ചാൽ കൊല്ലാൻ കഴിയും. കൊല്ലാൻ ഒരുങ്ങിയേക്കാണ്. എല്ലാവരുടെ കയ്യിലും പീച്ചാങ്കത്തി ഉണ്ട്, കൊല്ലും എന്ന് ഉറപ്പിച്ച് വിവരം കിട്ടി. അങ്ങനെയാണ് പോലീസ് റിപ്പോർട്ടൊക്കെ വന്നെങ്കിൽ പിന്നെ ഞാൻ സൂക്ഷിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ആലോചിക്കണം. എന്തിനാ? എന്തുകൊണ്ട്? നിങ്ങൾ വിചാരിച്ച ഒന്നും നടക്കൂല. ഈ ലോകത്തെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് റഹ്മത്തുള്ള ഖാസിമിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയെ 140 കോടി ജനങ്ങൾ തീരുമാനിച്ചു. ഖാസിമിനെ നമ്മളെ അടുത്ത പ്രധാനമന്ത്രി ഉറപ്പിച്ച്. പാലൂർക്കാർ പറഞ്ഞു നമ്മൾ 100%. അപ്പോൾ നായർ കുയിക്കാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. മണാശ്ശേരിക്കാരെ ഓരും പറഞ്ഞു ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ കർണാടക പോയി ഒരു പറഞ്ഞു ഞങ്ങൾ കാത്തിരിക്കണം ഇങ്ങനെ നേതാവിനെ. മഹാരാഷ്ട്രക്കാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു എനിക്കൊരു പഞ്ചായത്ത് മെമ്പറാകാൻ വരെ അള്ളാഹുവിൻ്റെ തഖ്ദീർ ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഐക്യരാഷ്ട്രസഭയിൽ എഴുതി കൊടുത്തിട്ടും കാര്യമല്ല. ആകൂല. എടാ, ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആകാൻ 1 സെക്കൻഡ് മതിയായിരുന്നു. ആ മനുഷ്യനാണ് ഇപ്പോൾ ഇന്ത്യയിൽ പുറത്ത് നടക്കുന്നത്. ആരാന്നറിയോ? ആരാ? ശശി തരൂർ. ഒരു സെക്കൻഡ്, ഒരു പിറ്റേന്ന് രാവിലെ വാർത്ത വരുന്ന വിചാരിച്ചതാ ശശി തരൂരായിരിക്കും അടുത്ത ഐക്യരാഷ്ട്ര ജനറൽ സെക്രട്ടറി. എന്ത് തഖ്ദീറില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ജ്യോതി ബസു ആകും എന്ന് ഇന്ത്യ മുഴുവൻ പ്രവചിച്ചു. ഉണ്ടായില്ല. ചെറിയ ഒരു മൈന്യൂട്ട് പോയിന്റ്. എന്ത് തഖ്ദീറില്ല. കേവലം റോക്കറ്റ് സയന്റിസ്റ്റ് എന്നതിനപ്പുറം ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ ഇന്ത്യൻ പ്രസിഡന്റായി. എന്റെ തഖ്ദീർ അങ്ങനെയാണ്. അയാൾക്ക് എല്ലാം എന്തറിയില്ല. മനസ്സിലായില്ല. അബ്ദുൽ കലാമിന് എല്ലാം അറിയും. എന്തറിയില്ല? പൊളിറ്റിക്സ് അറിയില്ല. രാഷ്ട്രപതിക്ക് വേണ്ട എന്താ? പൊളിറ്റിക്സ്. പള്ള നിറച്ച് പൊളിറ്റിക്സ് അറിയും. ജ്യോതി ബസുവിന് ആയില്ല. പൊളിറ്റിക്സ് തീരെ അറിയില്ല. ആർക്ക്? അബ്ദുൽ കലാമിന്. തഖ്ദീറുണ്ട്. തഖ്ദീറാണ് വിഷയം. നിങ്ങളെല്ലാവരും നിങ്ങൾ തീരുമാനിച്ച് മൂപ്പര് പല കളിയും കളിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ നോക്കുന്നുണ്ട്. മെനക്കെടുണ്ടാ നടക്കൂല എന്ന് പറഞ്ഞ് നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആക്കരുത് നിങ്ങൾ തീരുമാനിച്ചു. അള്ളാന്റെ തഖ്ദീറിൽ എന്തുണ്ട്? റഹ്മത്തുള്ള ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്നുണ്ടെങ്കിൽ ആയിട്ടേ മരിക്കുള്ളൂ. നിങ്ങൾ ഒരു കണ്ണുകടിയും കടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് BP കൂടും. അല്ല, ഒരു കാര്യമല്ല. തഖ്ദീർ ഇതൊക്കെ ആരുടേതാണ്? അല്ലാഹ്. അത്ര എന്തിനാ ബേജാറാണ്?
നിന്നെ നീ ആർക്ക് വിട്ടുകൊടുക്ക്? അല്ലാഹ് ബസ്. ഒരു പേടി മേടിക്കണ്ട. നീ ആരുടെ അടിമ? അള്ളാഹു നിന്റെ ഉടമ. നീ ഭാഗ്യക്കാരൻ. കാരണം പറഞ്ഞാൽ ചെയ്തു തരുന്ന ആരുണ്ടല്ലോ, റബ്ബുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നെക്സ്റ്റ് അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. ഹദീസ് ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യഖൂലുല്ലാഹ്, ഹബീബ റസൂലുള്ളാഹി പറയാ, യഖൂലുല്ലാഹ്, അള്ളാഹു പറയുന്നുണ്ട്, യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, ഇൻ കുൻതും തഅതഖിദൂന അന്നി ലാ അറാകും ഫൽ ഖലലു ഫീ ഈമാനികും വഇൻ കുൻതും തഅതഖിദൂന അന്നി അറാകും ഫലിമ ജഅൽതുമൂനി അഹ്വന الناظرين ഇലൈക്കും. മനസ്സിലായില്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله 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 عليه توكل إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഹികമിനെ വ്യാഖ്യാനിച്ച് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു എഴുതിയ ഈ ഖാലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആരെയും കണക്കാക്കണ്ട. ആരെ കണക്കാക്കുക? അല്ലാഹ്. പേടിക്കണ്ട. നമ്മൾ ആരുടെ ആളാണ്? അല്ലാഹ്. നമുക്ക് കഫീലിനെ എപ്പോൾ കാണുമ്പോഴൊക്കെ പറയാനുള്ളത് എന്താ? എൻ്റെ കാര്യം എൻ്റെ കയ്യിലാണല്ലോ. ഇജ്ജ് പറഞ്ഞാൽ ഞാൻ പോകും. ഇല്ലേ, പോവില്ല. ഇജ്ജ് വീട് റൂം നല്ല എന്നാൽ ഞാൻ അവിടെ കിടക്കും. ഇജ്ജ് വെയിലത്ത് കിടത്തിയാൽ ഞാൻ അവിടെ കിടക്കും. അങ്ങനെ തന്നെയല്ലേ? ഇജ്ജ് കൂളർ വെച്ചെന്നാൽ ഞാൻ കൂളറിൽ കിടക്കും. AC വെച്ച AC കിടക്കും. ഇല്ലേ, കസേരി ചാരി കിടന്നുറങ്ങിക്കോറാം, അങ്ങനെ കിടക്കും. കാരണം എനിക്ക് ഇവിടെ ഒന്നും അറിയില്ല. ഇജ്ജ് ഇന്നിവിടെ വരുത്തിയതാണ് എങ്കിൽ നമ്മളെ കഫീൽ പടച്ചവനല്ലേ ഭൂമിയിൽ വന്നപ്പോൾ? നമ്മളെല്ലാ കാര്യം ആരേറ്റനാണ്? അല്ലാഹ്. പിന്നെ എന്താ പ്രശ്നം? ഞാൻ എന്ത് പറഞ്ഞാലും ആരെ മോശമാക്കും? കഫീലെ മോശമാക്കും. ആ കണ്ട അറബികളൊക്കെ നമ്മളെ ഉമേറിൽ മറ്റേ കയത്താനി മോശമാണ്. കയത്താൻ്റെ അടിമ, എൻ്റെ കൂലിക്കാരൻ. അപ്പം മോശക്കുന്ന മറ്റേ ഇവിടെ കഫീൽ ആരാണ്? അല്ലാഹു ജല്ല ജലാലാണ്. ആരോട് പായരം പറഞ്ഞാലും ഇവിടെ മോശമാക്കിയത് ആരെയാണ്? അല്ലാഹ്. മേലാൽ ഒരാളോട് പായരം പറയാൻ പാടില്ല. ഒക്കാരോട് അല്ലാഹു എല്ലാം നമുക്ക് തരും. ബേജാറാവണ്ട. ഇത് ബഹുമാനപ്പെട്ട റജബ് കഴിഞ്ഞു. ഇതേതാണ്? ഷഅബാനാണ്. ഏത് ദുആയും അല്ലാഹു സ്വീകരിക്കും. ഏത് ദുആയും അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ.